Once again, all of you, welcome back to my YouTube channel. My name is Adra. So now we are discussing the third chapter of CBSE class 10 the students, and our chapter name is metals and non-metals. So today we are going to today we are going to discuss about the topic metals reacts with acids. Okay, അപ്പം 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്റർ ആയ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ആ ചാപ്റ്ററിൽ നമ്മൾ today we are going to discuss about how the metals react with acids. Okay, today we are going to discuss about how the metals react with the acids, but that topic you already know. നിങ്ങൾക്ക് മുന്നേ അറിയാവുന്ന ഒരു കാര്യമാണ് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ടു ഫോം സാൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഫോം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ പഠിച്ചു വെച്ചത് കൊണ്ട് ആ ഒരു ടോപ്പിക് പഠിച്ചെടുക്കാൻ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ജനറൽ ഇക്വേഷൻ അങ്ങ് പറയാം. മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അതാണ് എന്തിന്റെ മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന എന്താണ്? സാൾട്ട്. പിന്നെ അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, അതാണ് ഹൈഡ്രജൻ. ഓക്കെ, so metal react with acid to form salt and hydrogen. So the general equation of metal react with acid is salt means metal plus acid gives salt plus hydrogen gas. So there is stands of one question: which gas evolved when metal react with acid? ഏത് ഗ്യാസ് ആണ് ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവോൾവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഏതാണ് ആൻസർ? ഹൈഡ്രജൻ. ഓക്കെ, ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ പേരാണ് ഹൈഡ്രജൻ എന്നത്. അപ്പൊ ജനറൽ ഇക്വേഷൻ എന്താണ്? മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഒരു മെറ്റലും ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. കുറച്ച് മെറ്റൽസും അത് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സാൾട്ടുകളുടെ പേര് എഴുതാൻ. ഓക്കെ, സോ ഇവിടെ ആസിഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യേണ്ട സാൾട്ട് എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 പ്ലസ് ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ. MgCl2 പ്ലസ് H2. ഓക്കെ, MgCl2 മീൻസ് അതെന്താണ്? ഇവിടുത്തെ സാൾട്ട്. ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്? ഹൈഡ്രജൻ. H2 മീൻസ് ഹൈഡ്രജൻ. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അലൂമിനിയം. ഓക്കെ, അലൂമിനിയം റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യേണ്ടത് അലൂമിനിയം ക്ലോറൈഡ് AlCl3 പ്ലസ് ഹൈഡ്രജൻ H2. അലൂമിനിയം ക്ലോറൈഡ് മീൻസ് AlCl3. അതിവിടുത്തെ എന്താണ്? സാൾട്ട് പ്ലസ് ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സിങ്ക്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡ് ZnCl2 പ്ലസ് എന്ത് വരണം? H2 ഹൈഡ്രജൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അലൂമിനിയം. ഓക്കെ, അലൂമിനിയവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അലൂമിനിയം ക്ലോറൈഡ് FeCl2 പ്ലസ് എന്ത് വരണം? H2. ഓക്കെ, അപ്പൊ ഒരു മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാല് എല്ലാ മെറ്റൽസും ഒരേ റേറ്റിലൊന്നും ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്യത്തില്ല? ഇവോൾവ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ നൈട്രിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്യില്ല? ഇവോൾവ് ചെയ്യില്ല. കാരണം എന്തെന്ന് വെച്ചാല് ഈ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ഇതങ്ങ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്ത് വാട്ടറിന്റെ ഫോമിലേക്ക് ആക്കുകയും സ്വയം റെഡ്യൂസ് ആയിട്ട് നൈട്രജന്റെ ഏതെങ്കിലും ഒരു ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നൈട്രിക് ആസിഡുമായിട്ട് മെറ്റൽസ് പൊതുവിൽ എന്ത് ചെയ്യത്തില്ല? റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഒന്നും ഫോം ചെയ്യത്തില്ല. കാരണം എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് ഇവോൾവ് ചെയ്യുന്ന ഹൈഡ്രജനെ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്ത് വാട്ടറിന്റെ ഫോമിലേക്കും സ്വയം റെഡ്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഓക്സൈഡ് നൈട്രജന്റെ ഏതെങ്കിലും ഒരു ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഓക്സൈഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്താണ്? N2O ആകാം, NO ആവാം, NO2 ആവാം. ഓക്കെ, നൈട്രജന്റെ ഏതെങ്കിലും ഒരു ഓക്സൈഡിലേക്കായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ മഗ്നീഷ്യവും മാംഗനീസും നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയും അത് ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്യുകയും ചെയ്യും? ഇവോൾവ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ റിയാക്ഷൻസിലും ചില എക്സെപ്ഷണൽ കേസസ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് ആണ് മഗ്നീഷ്യവും മാംഗനീസും. മഗ്നീഷ്യവും മാംഗനീസും ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യേണ്ടത്. അതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ.
അപ്പം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നൈട്രിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റിയാക്ഷൻ എന്തല്ല, പോസിബിൾ അല്ല. കാരണം ഈ നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് അവിടെ ഇവോൾവ് ചെയ്യുന്ന ഹൈഡ്രജനെ ഇതങ്ങ് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്ത് വാട്ടറിന്റെ ഫോമിലേക്കും സ്വയം റെഡ്യൂസ് ആയിട്ട് നൈട്രജൻ ഏതെങ്കിലും ഒരു ഓക്സൈഡ് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ മാംഗനീസും മഗ്നീഷ്യവും ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എക്സെപ്ഷണൽ കേസ് എന്നുള്ള രീതിയിൽ പഠിച്ച് വെക്കാം. ഇനി പറയുന്നതാണ് എന്താ ഒരു റിയാക്ഷൻ റേറ്റ് പറയുകയാണെങ്കിൽ മഗ്നീഷ്യം ആണ് എന്ത്, റിയാക്ടിവിറ്റി കൂടി. ആ ഒരു ഡിക്രീസിങ് ഓർഡർ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്ന മഗ്നീഷ്യം, സെക്കൻഡ് അലൂമിനിയം, തേർഡ് സിങ്ക്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് അയൺ. ഓക്കെ, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ എന്നതാണ് ആ ഒരു ഓർഡർ നമ്മൾ പറയുന്നത്. മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ. ഇനി കോപ്പറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോപ്പർ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ബബിൾസ് ഒന്നും ഫോം ചെയ്യില്ല. കാരണം കോപ്പറും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എന്ത് നടന്നില്ല, റിയാക്ഷൻ നടക്കുന്നില്ല. അവിടെ ടെമ്പറേച്ചറിലും വലിയ ചേഞ്ച് ഒന്നുമില്ല. കാരണം ഈ ആസിഡ് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക് ആണ്. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് വന്നില്ല എന്ന് വെച്ചാൽ അവിടെ റിയാക്ഷൻ നടന്നില്ല. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കോപ്പർ ഡൈലൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. ഇത്രയുമാണ് നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യണം. നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നടക്കാത്തതിന്റെ കാരണം നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്ത് വാട്ടറിന്റെ ഫോമിലേക്കും സ്വയം റെഡ്യൂസ് ആയിട്ട് നൈട്രജന്റെ ഏതെങ്കിലും ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പോസിബിൾ ആകാത്തത്. എന്നാൽ മഗ്നീഷ്യവും മാംഗനീസും ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. എന്നാൽ കോപ്പർ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചറിൽ യാതൊരു ചേഞ്ചും ബബിൾസും ഫോം ചെയ്യാത്തത്. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അക്വാ റീജിയ. ഓക്കെ, അക്വാ റീജിയ എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ഈസ് നോൺ ആസ് അക്വാ റീജിയ. 3 വോളിയം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും 1 വോളിയം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും മിക്സ് ചെയ്യുന്ന ആ മിക്സ്ചറിനെ നമ്മൾ എന്താന്ന് പറയുന്നത്, അക്വാ റീജിയ എന്ന് പറയുന്നത്. ലാറ്റിനിൽ ഈ അക്വാ റീജിയ മീൻസ് റോയൽ വാട്ടർ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഇതിനെ ഈ റോയൽ വാട്ടർ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, പ്ലാറ്റിനം ഈ 2 മെറ്റലും അതിനകത്ത് എന്താകും, ഡിസോൾവ് ആകുന്നത് കൊണ്ടാണ് അക്വാ റീജിയെ നമ്മൾ റോയൽ വാട്ടർ എന്ന് പറയുന്നത്. ഇത് വളരെ കൊറോസീവും ഫ്യൂമിങ്ങും ആണ് കേട്ടോ. വളരെ കൊറോസീവ് ആണ് ഈ അക്വാ റീജിയ എന്ന് പറയുന്നത്. അപ്പം അത്രയുമേ ഉള്ളൂ മെറ്റൽ പ്ലസ് ആസിഡ് എന്നൊരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യണം. നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പോസിബിൾ അല്ല. കാരണം എന്താന്ന് വെച്ചാല് നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് അവിടെ ഇവോൾവ് ചെയ്യുന്ന ഹൈഡ്രജനെ അത് എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്ത് വാട്ടർ ഫോമിലേക്കും സ്വയം റെഡ്യൂസ് ആയിട്ട് നൈട്രജന്റെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പോസിബിൾ അല്ലാത്തത്. എന്നാൽ മാംഗനീസും മഗ്നീഷ്യവും നൈട്രിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷന്റെ ഒരു ഓർഡർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് മഗ്നീഷ്യം, സെക്കൻഡ് അലൂമിനിയം, തേർഡ് സിങ്ക്, ഫോർത്ത് ആണ് നമ്മൾ അയൺ പറയുന്നത്. ഇനി കോപ്പർ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നില്ല. ടെമ്പറേച്ചറിൽ യാതൊരു വേരിയേഷനും കാണിക്കുന്നു ഇല്ല. ഇനി അക്വാ 3 വോളിയം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 വോളിയം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, അക്വാ റീജിയ എന്ന് പറയുന്നത്. അതിന്റെ ലാറ്റിൽ അതിന്റെ നെയിമിന്റെ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ റോയൽ വാട്ടർ എന്നാണ്. കാരണം നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയവ അതിനകത്ത് എന്താകുന്നുണ്ട്, ഡിസോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അക്വാ റീജിയയെ റോയൽ വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്കപ്പം ഇത്രയുമാണ് അതിനകത്ത് എന്ത് പറയാനായിട്ടുള്ളത്. 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് അക്വാ റീജിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അക്വാ റീജിയ. ഓക്കെ, അക്വാ റീജിയ മീൻസ് എന്താണ്, കോൺസെൻട്രേറ്റഡ് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് മിക്സ്ചർ ആണ് എന്തിന്റെയൊക്കെ, നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിക്സ്ചറിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്വാ റീജിയ എന്ന് പറയുന്നത്. ലാറ്റിനിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, റോയൽ വാട്ടർ. ബിക്കോസ് നോബിൾ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡും പ്ലാറ്റിനും അതിനകത്ത് എന്താവുന്നുണ്ട്, ഡിസോൾവ് ആകുന്നുണ്ട്. ഇനി അത് വളരെ കൊറോസീവ് ആണ്, ഫ്യൂമിങ്ങും ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ വെൻ അയൺ റിയാക്ട്സ് വിത്ത്
സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അയണും സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷന്റെ ഒരു ഇക്വേഷൻ എഴുതാനാണ്. അപ്പൊ അയണിന്റെ സിമ്പിൾ എന്താണ്? Fe. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO4. അപ്പൊ എന്ത് കിട്ടണം? അതിന്റെ സാൾട്ട് FeSO4 പ്ലസ് എന്ത് വരണം? H2. FeSO4 പ്ലസ് H2. FeSO4 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്? സാൾട്ട്. H2 മീൻസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. When dilute hydrochloric acid is added to a reactive metal, okay, അപ്പം which gas is produced when dilute hydrochloric acid is added to a reactive metal? Dilute hydrochloric acidനെ ഒരു റിയാക്റ്റീവ് മെറ്റലിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്? അപ്പൊ ഗ്യാസിന്റെ പേര് എന്താണ്? ഹൈഡ്രജൻ അല്ലെ? ഒരു ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഗ്യാസിന്റെ പേരാണ് ഹൈഡ്രജൻ. അപ്പൊ ആ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുമ്പോൾ സോഡിയം എടുക്കാം. ഓക്കെ, അപ്പം HCl പ്ലസ് എന്ത് വരണം? Na ഗീവ്സ് സാൾട്ട് എന്താണ്? NaCl പ്ലസ് എന്ത് വരണം? H2. ഇതാണ് ആ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക് ആണ് മെറ്റൽ പ്ലസ് ആസിഡ് എന്ന് പറയുന്നത്. മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യണം. എല്ലാ മെറ്റൽസും ഒരേ റേറ്റിലല്ല റിയാക്ട് ചെയ്യുന്നത്. ഒരു മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യേണ്ട ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ഷൻ പോസിബിൾ അല്ലാത്തത് നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ടാണ്. ഇനി അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിക്സ്ചറിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? അക്വാ റീജിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ടോപ്പിക്. നമുക്ക് അടുത്ത കണ്ടന്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.